ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് PNC MAC അസോസിയേഷൻ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് കുട്ടികൾ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിലെങ്കിലും അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കുറച്ച് കണക്കുകളാണ് പറയുന്നത്. അതായത് 2023 2024 കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ആ ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു അസോസിയേഷനുമായിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ PNC MACൽ ലാസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ കോളേജ് ആൻഡ് ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ PNC MACന്റെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടെ ചെന്ന് കണ്ട് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതതിന്റെ പാർട്ട് 2 ആയിട്ട് വേണം നിങ്ങൾ കണക്കാക്കേണ്ടത്. കാരണം കുറച്ച് ഇൻഫർമേഷൻസ് കൂടുതൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള, അതാണ് PNC MAC എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം ടോട്ടൽ 6 അലോട്ട്മെന്റ് ആണ് ഇതിലുണ്ടായിരുന്നത്. നമ്മുടെ കോളേജിന്റെ നമ്പേഴ്സ് കഴിഞ്ഞ വർഷത്തെ അതേ കോളേജസ് അല്ല ഈ വർഷം വന്നിരിക്കുന്നത്. കുറച്ച് കോളേജസ് ആഡ് ആയിട്ടുമുണ്ട്, കുറച്ച് കോളേജസ് അതിൽ നിന്നും മാറ്റിയിട്ടുമുണ്ട്. പിന്നെ അതിന്റെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമാകുമ്പോൾ 10 ഓപ്ഷൻസ് മാത്രമാണ് വെക്കേണ്ടത്. ഓൾറെഡി പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓപ്ഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 20 ആണ്. അതിന് മുന്നേ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യേണ്ടതുമാണ്. ഇനി നമുക്ക് ഇതിന്റെ മാർക്ക് നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് മാർക്ക്, ഈ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഫിസിക്സിന് 120, കെമിസ്ട്രിക്ക് 120, ബയോളജിക്ക് 120, ഇംഗ്ലീഷിന് 100. അതായത് ടോട്ടൽ 460 ആണ് മാർക്കായിട്ട് വരുന്നത്, ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത്. അതുപോലെ തന്നെ CBSE ICSE സ്റ്റുഡൻസിന് 10% മാർക്ക് ബോണസ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഗുണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻഡെക്സ് മാർക്ക് താഴ്ന്ന കുട്ടികൾക്ക് ഈ ഒരു അസോസിയേഷൻ വഴി കേരളത്തിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കമ്പാരിസണിലേക്ക് പോകാം. ഇതിനു മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇത് അപ്രോക്സിമേറ്റ് ആണ്. അതുപോലെ ഇതിൽ എടുത്തു പറയാനുള്ള ഡിഫറൻസ് 2023 അഡ്മിഷൻ പോലെ അല്ലായിരുന്നു 2024. നമുക്ക് എല്ലാവർക്കും അറിയാം 2024 ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ 2023 കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ ഏകദേശം ഒരു 2023 ആ ഒരു റേഞ്ചിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും രീതിയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. മുഴുവൻ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗട്ട് ചോദിക്കാട്ടോ. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നത് പോലെ 47 കോളേജസ് ആണ് ഈ വർഷം PNC MACൽ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് കോളേജസ് ഇതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു കോളേജാണ് BCF കോളേജ് എന്ന് പറയുന്നത്. ഈ വർഷം ആ കോളേജ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അൽഷിഫ കോളേജിലാണെങ്കിൽ നമുക്ക് 437, 436 എന്നീ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അനന്തപുരി കോളേജിൽ 437, 436 ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട്. അർച്ചന കോളേജിൽ 435 ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡന്റിന് ലഭിച്ചിട്ടുണ്ട്. അശ്വിനി കോളേജിൽ 436, 435 ഇൻഡെക്സ് മാർക്കുള്ള സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടില് 435 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലില് 436 ആണ് വന്നിട്ടുള്ളത്. ധനലക്ഷ്മി കോളേജില് 435 ആണ് ഇൻഡെക്സ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ജോസ്കോ കോളേജില് 435 ആണ് ഇൻഡെക്സ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ലക്ഷ്മി കോളേജിൽ 435 ആണ് ഇൻഡെക്സ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ദെൻ മെഡിക്കൽ ട്രസ്റ്റ് 443, മദർ കോളേജ് 435, മൗലാന കോളേജ് 435, നജദ കോളേജ് 436, 435 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. നാഷണൽ ഹോസ്പിറ്റൽ 435, PVS കോളേജ് 435, 436 ഒക്കെയുള്ള ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. റെഡ് ക്രസന്റ്
435 മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. രുക്മിണി കോളേജ് 435 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. സരസ്വതി കോളേജ് 435 മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ശിവഗിരി കോളേജ് 446 സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. ദെൻ ശ്രീ സുദർശന കോളേജ് 435, ST തോമസ് കോളേജ് 435, ഉപാസന കോളേജ് 438, വേളാങ്കണ്ണി മാതാ കോളേജ് 436, 435, വിനായക കോളേജ് 435, വെസ്റ്റ് ഫോർട്ട് കോളേജ് 435. അതായത് ലാസ്റ്റ് ഇയർ 435 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് അവസാനം വരെയും അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഇനി റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇതിന് വരാനുണ്ട്, അലോട്ട്മെന്റ്സ് വരാനുണ്ട്. നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി ടെൻഷൻ അടിക്കാതെ വെയിറ്റ് ചെയ്യുക എന്നതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ 2023 ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 424 ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ 435, അതായത് 2024 435 ആണല്ലോ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കുറച്ചൊന്ന് താഴ്ത്തി ചവിട്ടി പിടിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2023 ആ ഒരു ലെവൽ ഓഫ് അലോട്ട്മെന്റ് രീതിയാണ് 2025 നടക്കുന്നത്. കാരണം 2024 ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് 47 കോളേജസ് ആണ് ഉള്ളത്. അതുപോലെ അവിടെ എത്രത്തോളം സീറ്റ് ഉണ്ട് എന്നതും കൂടി ഇതിനകത്ത് ഒരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റുകൾ മാത്രമേ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല മാർക്കുള്ള കുട്ടികളെ, അതായത് നിങ്ങൾ PNC മാക്കിൽ അപ്ലൈ ചെയ്തതിൽ നിങ്ങൾക്ക് മുൻതൂക്കം വരുന്ന മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും ഈ സീറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഈ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഇങ്ങനത്തെ കോളേജസിൽ ഇത്രയും മാർക്കുള്ള കുട്ടികളെ എടുത്തിട്ടുണ്ട് എന്നറിയുമ്പോൾ ആ കോളേജസ് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് ഓപ്ഷൻസ് വെക്കുക. നമുക്കറിയാം 47 കോളേജ് ഉണ്ടെങ്കിലും നമുക്ക് 10 കോളേജ് മാത്രമേ ഓപ്ഷൻ ആയിട്ട് വെക്കാൻ പറ്റുകയുള്ളൂ. അതും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, അതായത് LBSൽ നിങ്ങൾ എങ്ങനെയാണോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തത് അതുപോലെ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ട കോളേജ് വേണം ഓപ്ഷൻ വെക്കാനുള്ളത്. 10 കോളേജസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ 10 കോളേജസും അറേഞ്ച് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വെച്ച ഓപ്ഷൻസിന്റെ കറക്റ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ അത് വെരിഫൈ ചെയ്യുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ 10ാമത്തെ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, പക്ഷെ അത് നിങ്ങൾ ഓപ്ഷൻ 10 വെച്ച് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വെരിഫൈ ചെയ്തേ ഉള്ളൂ. അതിനെ ഓപ്ഷൻ 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അത് ഫസ്റ്റ് വെരിഫിക്കേഷൻ ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ എടുത്തു പറയാണ്, PNC മാക്കിൽ ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോയിൽ കമന്റ് കൂടെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.